ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, ഈ അനുഗ്രഹീത സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ലോകം മുഴുവനുമുള്ള ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ ചേർത്ത് കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാനും രൂപാന്തരപ്പെടുവാനും ഞങ്ങളെ വിധേയപ്പെടുത്തണമേ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ സഭയോട് ചേർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങൾ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും ഞങ്ങളുടെ എല്ലാ മേഖലകളെയും കർത്താവ് തൃക്കൈ നീട്ടി വാഴ്ത്തണമേ. ഒരു പുതിയ അനുഭവത്തിലേറെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ ദൈവം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അനന്തമായ കൃപയാൽ ഞങ്ങളെ ധന്യരാക്കി തീർക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. വചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ എഴുതണമേ. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ. നിത്യതയുടെ വലിയ സന്തോഷം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ, ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ, നെഞ്ചു തകർന്നു കരയുമ്പോൾ എന്നെ നെഞ്ചോട് ചേർക്കുമെന്നേശുനാഥൻ. ഓ എന്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. ഓ എന്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഭൂമി ശാപഗ്രസ്തമാകുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം. ഭൂമി എങ്ങനെയാണ് ശാപഗ്രസ്തമാകുന്നത്? നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന, ഉത്തരവാദിത്തോടു കൂടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഭൂമി. എല്ലാ കാര്യങ്ങളും ദൈവം നേരിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്റെ സൃഷ്ടിയിൽ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ദൈവം തന്റെ പ്രവൃത്തികളെ നല്ലൊരു ഭാഗവും പൂർത്തീകരിക്കാൻ ഇഷ്ടപ്പെടുന്നത് താൻ സൃഷ്ടിച്ച മനുഷ്യരിലൂടെയാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യർ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്, മനുഷ്യർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം വരുന്നത്. മനുഷ്യന്റെ കയ്യിൽ ചില അധികാരങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവത്തെ പോലെ, അതായത് ദൈവത്തിന്റെ ഭാവം ഉൾക്കൊള്ളുമ്പോൾ, രൂപാന്തരപ്പെട്ട് ദൈവിക സ്വഭാവമുള്ളവരായി മാറുമ്പോഴാണ് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ നല്ല രീതിയിൽ ഒരു മനുഷ്യന് പൂർത്തീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഭൂമിയെ ശുശ്രൂഷിക്കുവാൻ, അല്ലെങ്കിൽ ഭൂമിയിൽ അധികാരത്തോടെ വാഴാൻ ദൈവം മനുഷ്യനെ കൽപ്പിക്കുമ്പോൾ, മനുഷ്യൻ ദൈവബന്ധമില്ലാത്തവനാണെങ്കിൽ അദ്ദേഹം ഭൂമിയിൽ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും. ഭൂമി ശാപഗ്രസ്തമാകുന്നു എന്നതിന് വ്യാഖ്യാന ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, പാപം വാഴുന്ന, അശുദ്ധി വാഴുന്ന, ദൈവത്തിനെതിരെ നിൽക്കുന്ന ജനസമൂഹം വസിക്കുമ്പോഴാണ് ഭൂമി ശാപഗ്രസ്തമാകുന്നത്. ഭൂമി അനുഗ്രഹമാകുന്നത് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ തിരിച്ചറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതിന്റെ മധ്യേ പാർക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ഭക്തരായ ആളുകൾ നിമിത്തം പല ദേശങ്ങളെയും അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമാകും. അപ്പോൾ നാം ഇപ്പോൾ വലിയ ഭയത്തോടെ ജീവിക്കുന്ന കാലയളവാണ്. പ്രകൃതിയിൽ വരുന്ന വ്യത്യാസങ്ങളും ഓരോ കാര്യങ്ങളും കണ്ട് വലിയ ഭയത്തോടെയാണ് എല്ലാ പ്രിയപ്പെട്ടവരും ജീവിക്കുന്നത്. ഓർക്കുക, ഞാനും നിങ്ങളും വിശുദ്ധരാകാനും ദൈവത്തോട് ചേർന്ന് പ്രകൃതിയിൽ പ്രവർത്തിക്കുവാനും
ഭൂമിയിൽ പ്രവർത്തിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധരായി മാറുക. എങ്ങനെ ആകാൻ പറ്റും? യേശു കർത്താവിനെ സ്വീകരിക്കുന്നവർ വിശുദ്ധിയെ സ്വീകരിക്കുന്നു. അവരുടെ ഉള്ളങ്ങളിൽ വിശുദ്ധി നിറഞ്ഞു വരുന്നു. അവർ രൂപാന്തരപ്പെടുന്നു. അവർ സകല വഴികളിലും അനുഗ്രഹിക്കപ്പെടുന്നു. ഇവിടെ പറയുന്നു, എങ്കിൽ പൂർണ്ണമായ രീതിയിൽ എല്ലാവരും ഈ വിശുദ്ധിയിൽ വരാത്തത് കൊണ്ട് തന്നെ പ്രകൃതിയിൽ സമ്മിശ്രമായ ഭാവങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അവിടെ ഒരു ശേഷിപ്പിനെ ദൈവം സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആ ശേഷിപ്പിന്റെ ഭാഗമാകാൻ? അത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയാണ്. അവിടെ ജാതി വർണ്ണ വർഗ വ്യത്യാസമൊന്നുമില്ല. ഒരു മനുഷ്യൻ കർത്താവിൽ വളരുമ്പോൾ അവൻ പരിശുദ്ധ സഭയുടെ ഭാഗമാകുന്നു. നിങ്ങൾ അങ്ങനെ ഒരു ശേഷിപ്പായി മാറാനും ഒരനുഗ്രഹമാകാനും ഭയമില്ലാതെ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിച്ച് നന്നായി ജീവിക്കാനും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആഗ്രഹിക്കുന്നവരെ ആ ശേഷിപ്പിന്റെ ഉള്ളിലേക്ക് കർത്താവിന്റെ സഭയുടെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുന്നു. നിങ്ങളുടെ ജീവിതം സമാധാനത്തിലാകുന്നു. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, പാപം ചെയ്യാതെ അശുദ്ധിയുടെ പിന്നാലെ പോകാതെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച് കർത്താവിന്റെ മക്കളായി സ്വർഗരാജ്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം കണ്ടുകൊണ്ട് മരണാനന്തരമുള്ള ഞങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ആത്മാവ് വസിക്കുന്ന തലം കണ്ടുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലും വരാനുള്ള ലോകത്തും കർത്താവിന്റെ പ്രതിനിധികളായി കർത്താവിന്റെ മക്കളായി വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ പാപം മോചിച്ചു തരണമേ. ഈ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. ഇവരെ അഭിഷേകം ചെയ്യണമേ. ഇവരുടെ ദുരിതങ്ങളും വേദനകളും സങ്കടങ്ങളും കർത്താവിന്റെ നാമത്തിൽ യേശുവിന്റെ തിരുരക്തത്താൽ മാറിപ്പോകട്ടെ. സഭയുടെ ഐശ്വര്യമായി ഇവർ മാറട്ടെ. ആരാധനയുടെ ഐശ്വര്യത്തിലേക്ക് ഇവർ ചേർക്കപ്പെടട്ടെ. ആത്മാവിന്റെ വലിയ കൃപയിൽ ഇവർ ധന്യരായി തീരട്ടെ. പരിശുദ്ധ അഭിഷേകത്തിന് വിധേയപ്പെടട്ടെ. ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ റൂഹായെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്വർഗീയ സമാധാനമേ ഞങ്ങളിൽ വന്ന് വാഴണമേ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദിവസവും 2 ശുശ്രൂഷകൾ നമുക്കുണ്ടല്ലോ. പകൽ സമയത്ത് 2 മണിയോടെ ചെറിയ പ്രാർത്ഥന യോഗവും വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ യോഗവും 2 ശുശ്രൂഷകളും ദൈവമക്കൾ ഉപയോഗിക്കുക. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകല മക്കളോടും കൂടെ എന്നും എന്നാളും ഉണ്ടാകട്ടെ. ആമീൻ.